ഞങ്ങളെ അവരുടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്പനിമിഷം ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഞങ്ങൾ ആരും തന്നെ നിങ്ങൾക്ക് അപരിചിതരോ അന്യരോ അല്ല. എപ്പോഴും കാണുന്ന, അടുത്തറിയുന്ന, മനസ്സിലാക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളായതുകൊണ്ടാണ് ഈ സന്ധ്യാവേളയിൽ ഇപ്രകാരം ഈ പരിസരങ്ങളായിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് ഈ സത്യത്തെക്കുറിച്ച് നിങ്ങളും അറിയണമെന്നുള്ള വാഞ്ച ഹൃദയങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ ഒരു സമയത്ത് ക്രിസ്തുവില്ലാത്തവരായി, അജ്ഞന്മാരായി, സത്യവാനെ സംബന്ധിച്ച് അജ്ഞന്മാരായി മുൻപോട്ട് കാലമുണ്ടായിരുന്നു. ആ കാലത്ത് കൃപയാൽ ക്രൂശിന്റെ വെളിച്ചം ഞങ്ങൾക്ക് പ്രകാശിച്ചു. ക്രിസ്തു സ്നേഹം ഞങ്ങളെ ആകർഷിച്ചു. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെടുവാനും ദൈവീക സത്യത്തിലേക്ക് ആനയിക്കപ്പെടുവാനിടയാക്കി. അധ്വാനം അനുഭവിക്കുന്ന ദൈവീയ സമാധാനവും സന്തോഷവും നിങ്ങളും അനുഭവിക്കണമെന്നുള്ള വാഞ്ച ഞങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഇവിടെ ആയിരിക്കുന്നത്. കൊണ്ട് അനുഭവിക്കുന്ന ദൈവീയ സത്യത്തെക്കുറിച്ച് അല്പവാക്കുകൾ ഞങ്ങൾ പ്രിയപ്പെട്ട് ഓർപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സഹോദര, ഒരു വാക്ക് ഓർപ്പിക്കട്ടെ. നാളെ ഈ സമയം ലഭിച്ചത് വരികയില്ല. ഇന്ന് കണ്ട മനുഷ്യൻ നാളെയില്ല. അപ്രതീക്ഷിത സമയത്തുമാരണം കണ്ടുപിടിക്കാം.
എന്നാൽ എപ്പോൾ മരണം കണ്ടുപിടിച്ചാലും നിത്യത ഇവിടെ ചിലവഴിക്കുന്ന ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഉറപ്പാക്കി കഴിഞ്ഞാൽ അതിൽ ധന്യത മറ്റൊന്നുമില്ല. തിരുവനന്തപുരം വായിക്കുന്ന ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അതിന് വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മനുഷ്യന് വിലയേറിയ ആത്മാവിന് വേണ്ടി എന്തിനു മറുവില കൊടുക്കുമെന്ന് ഞാൻ തിരുവനന്തപുരം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊന്നിനേക്കാൾ വിലപ്പെട്ടതായ ദൈവം മനുഷ്യന്റെ ആത്മാവെന്നുള്ളത് കൊണ്ടാണ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് മാനവജാതിയെ തേടി, അല്ല നിങ്ങളെ തേടി, ഞങ്ങളെ തേടി, എന്നെ തേടി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ ദൈവ സ്നേഹത്തിന് മുമ്പിൽ 40 വർഷം ഞങ്ങൾ നിങ്ങൾ ക്ഷണിക്കുന്നു.